ഹായ് എല്ലാവർക്കും ഇന്നൊരു സങ്കടകരമായ ദിവസമാണ്. ആ ദിവസത്തിലോട്ട് സ്വാഗതം. അപ്പം കഴിഞ്ഞ 5 മാസം ഞങ്ങൾ താമസിച്ച നമ്മളെ കോഴിക്കോടുള്ള ഫ്ലാറ്റ് നമ്മൾ ഇന്ന് ഒഴിഞ്ഞു പോവുകയാണല്ലേ. ഒരുപാട് എന്താണ് അടങ്ങിയിരിക്കും. അപ്പം ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു സ്ഥലമാണ്. ഇതാണ് നമ്മളെ വ്യൂ. കാണിച്ചു കൊടുക്കുക. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ബ്ലോഗൊന്നും അങ്ങനെ ചെയ്തില്ല, കാരണം ഷിങ്കു പഠിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കാര്യത്തിലൊന്നും നിന്നില്ല. ഫുൾ കോൺസെൻട്രേഷൻ ഷിങ്കു പഠിക്കുന്ന കാര്യത്തിലാണ്. അപ്പം നമ്മളിന്ന് ഒയ്യാണ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളെ കഴിഞ്ഞ അടുക്കളയൊക്കെ വൃത്തിയാക്കി. കഴിഞ്ഞ വ്ളോഗിൽ ഇവിടെയൊക്കെ ഫുള്ള് സാധനങ്ങളായിരുന്നു, എല്ലാം കഴിഞ്ഞു. ഒരു മിനിറ്റ് ഇത് കാണിച്ചു കൊടുത്തിട്ട് നമ്മളെ ഹാള് നല്ല കുട്ടിയാണോ അല്ലയോ? അതായത് ഓള് പറയുന്നത് ഇത് ക്ലീൻ ആക്കിയത് ഓളെ ഉമ്മയാണ്, ഷിങ്കു അല്ല. ഫർസാനത്താണ് കേട്ടോ മൊത്തത്തിൽ. അതായത് സാറിൻ്റെ ഉമ്മയാണ് മൊത്തത്തിൽ ഇത് ക്ലീൻ ചെയ്യാൻ സഹായിച്ചത്. അപ്പം ഇതൊന്നും നമുക്ക് കൊണ്ടുപോകണ്ട, ഇതൊക്കെ ഇവിടെ ഉള്ളതായതുകൊണ്ട് സുഖമായി. ഇതൊന്നും കൊണ്ടുപോകണ്ട, നമ്മളെ കാറിലേക്കുള്ള ഒന്ന് മാത്രം കൊണ്ടുപോയാൽ മതി. പിന്നെ എല്ലാം കാലിയായപ്പോൾ എന്തോ പോലെ അല്ലേ നമ്മൾ വന്ന. അല്ല, ഒരു മിനിറ്റ്, ഇത് പറഞ്ഞിട്ട് എൻ്റെ സുന്ദരി കുട്ടിയല്ലേ. ഇതപ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോകണം. 2 തലാനയും ഇവിടുത്തെ തലാന നമ്മളിവിടെ ഉണ്ട്. നമ്മളിവിടുത്തെ തലാന യൂസ് ചെയ്തിട്ടില്ല, കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട്. അലമാരയൊക്കെ ഫുള്ള് ഇതൊക്കെ കാലിയായിട്ടുള്ള അലമാര. ഇതിന്റെ പൈസ വല്ലതും ഉണ്ടോ? അപ്പോൾ സ്വന്തമായിട്ട് എടുത്തോ. AC-ൻ്റെ റിമോട്ടോ ഫാൻ്റെ റിമോട്ടൊക്കെ അവിടെ ഉണ്ട്. ഈ ബാൽക്കണീൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ അറിയോ? പ്രാവ് വന്നിട്ട് എപ്പോഴും പിന്നെ അപ്പിട്ടക്കും. അപ്പോൾ ഷിങ്കു ഇത് ക്ലീൻ ചെയ്ത് മടുത്ത്. ഇന്ന് ലാസ്റ്റ് നമ്മൾ പോകുന്നതുകൊണ്ട് ഫുള്ളായിട്ട് ഒന്ന് കൂടി ഇന്നലെ ക്ലീൻ ചെയ്തിട്ടതാണ്. അപ്പം എന്താ പറയാ, സാറ പറയേ. സാറക്ക് എന്നെയാണോ ഷിങ്കു താത്താനാണ് ഇഷ്ടം? എന്നെയാണ്. റാഹക്കോ? എന്നെയാണ് ഇഷ്ടം. എന്താ എന്നെ കൂടുതൽ ഇഷ്ടം? പറയ്, എന്തുകൊണ്ടാ എന്നെ കൂടുതൽ ഇഷ്ടം? മുട്ടായി തരുന്നോണ്ടാ? പക്ഷെ അന്നെ എന്നും നോക്കല് ഷിങ്കുത്താത്ത അല്ലേ? ഞാനാ നോക്കല്? ശരി, ഞാനാണ് അവളെ നോക്കല് കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഇവരൊക്കെ മിസ് ചെയ്യും. ഷിങ്കുവിന്റെ കണ്ണെന്നെ കറുത്തൽ. അപ്പൊ ഈ വ്യൂ ഒക്കെ മിസ് ചെയ്യൂലേ? വ്യൂ പിന്നെയും കിട്ടും, പക്ഷെ ഇവരൊന്നും കിട്ടൂലല്ലോ. അത് ശരിയാ, വീഡിയോ കോൾ ചെയ്യാം, പക്ഷെ നേരിട്ട് കാണാൻ പറ്റൂലല്ലോ. ഈ ഇടക്കിടക്ക് വയനാട്ടിലേക്ക് വരുവോ? വരണേ? 5 ദിവസം കഴിഞ്ഞാല് വരും എന്ന് നമ്മൾ വിചാരിക്കുന്നു. 5 ഓളെ വിചാരം നമ്മൾ 5 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതാണ്. അപ്പൊ ഇനി ബെല്ലടിച്ചാൽ ഇവിടെ ആരും തുറക്കൂല കേട്ടോ. ഇനി നാളെ രാവിലെ വന്നിട്ട് ഇവിടെ ബെല്ലടിക്കണ്ട. എന്നും ഞങ്ങളെ അലാറാണ് സാറക്കുട്ടി. എൻ്റെ അലാറ കേട്ടോ. ഷിങ്കു ആദ്യം എണീക്കും. പിന്നെ ഇവള് വന്ന് ബെല്ലടിക്കുമ്പോഴാണ് ഞാൻ എണീക്കല്ലേ. ഒരു 9:30 ആ ഒരു സമയം മോള് വന്ന് ബെല്ലടിക്കും. എന്ത്? ഞാനും ഉണ്ടാവില്ല, ഇനി ആരും ഉണ്ടാവില്ല. ഓക്കെ, ഇത് എൻ്റെ ബനിയനാ മെസ്സി. സോ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ആരി എറിഞ്ഞു. പിന്നെ അപ്പൊ ഞാൻ ഇനി നേരെ ഇവിടുന്ന് നമ്മള് നേരെ വയനാട്ടിലേക്ക് പോവാണ് കേട്ടോ. നോക്ക് എന്തോ പറയാൻ പറഞ്ഞു. എന്താ പറയാ? പറ. എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞത് ഒന്ന് കാണിച്ചു തരാം. പക്ഷെ ഞാൻ പെട്ടിലോട്ട് ഒഴിച്ചു പോവല്ല കേട്ടോ. ഷിങ്കു ഇത് നമ്മളെ ഓണറാണ്. ഈ ഷിങ്കുവിന്റെ തോളിലിരിക്കണ ഇത് എന്റെ സ്വന്തം അനിയത്തിയാണ്. ഈ യാസിൻ ബ്ലോസും ഷിങ്കു മാത്രമേ പോവുള്ളൂ. ഇത് ഇവളെ കുട്ടിയല്ല, ഇത് നമ്മള് ഇത് എന്റെ കുട്ടിയാ. പാക്കിങ് ആക്കരുത്. അത് എന്റെ കുട്ടിയാണ്. എന്റെ അമ്മേന്റെ വയറിന് കിട്ടിയതാണ് ഈ കുട്ടി. ഞാന് രണ്ടാമത്തെ കുട്ടി, എന്റെ തീരെ ഒന്നാമത്തെ കുട്ടി. ഞാൻ ഒന്നാമത്തെ കുട്ടി. ദീന ഒന്നാമത്തെ കുട്ടി, ഞാൻ രണ്ടാമത്തെ കുട്ടി. റാഹാണ് മൂന്നാമത്തെ കുട്ടി. ഇന്ന പള്ളന്ന് എല്ലാണ്ട് തോന്നീനാണോ കിട്ട? ഇങ്ങളെ എവിടുന്നാ കിട്ടിയ? സിംഗുന്റെ പള്ളന്നല്ലേ? സിംഗുത്തനെ കഷ്ടപ്പെട്ട് ഇങ്ങളെ വളർത്തിയത് പോത്തുകുട്ടിയാക്കിയത്? പോത്തുകുട്ടിയായി വെച്ചിക്കണ്. വയറ്റിന്ന് കൂട്ടൂലേ? നിങ്ങൾ ചെറുതാകുമ്പോ കുഞ്ഞു കുട്ടിയാകുമ്പോ നിങ്ങൾ ആരാ വളർത്തിയത്? ഞാൻ ഇത്ര ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ ആരാ എന്നെ വളർത്തിയത്? ഇമ്മല്ലേ? പിന്നെ ആരാ നിങ്ങളെ വളർത്ത? നിങ്ങൾ ചെറിയ കുട്ടിയായിരിക്ക. ഷിങ്കു അങ്ങനെ ഭാഗ്യ. ഷിങ്കുനല്ലേ നിങ്ങളെ പള്ളേന്ന് കിട്ടിയത് പോലെ? ഷിങ്കുനെ വളർത്തിയത് ഇമ്മ. അപ്പൊ റിമോട്ടൊന്നും കൊണ്ടുപോകുന്നില്ല. ഇത് മൂതരാണ്. ഇതൊന്നും ഇത് ഗോൾഡ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ മൂതര. ഇത് അമ്മായി. അപ്പൊ ഇന്റെ ഒരു ഗസ്റ്റിനെ കാണിച്ചാ അതിന്റെ സ്വന്തം ദീദിയെ ഒന്ന് യൂട്യൂബില് വന്നേ. ഇന്നോട്ട് വാ ദീദിനെ കാണിക്കട്ടെ. എന്റെ സ്വന്തം എന്റെ ചിരിക്കണം നോക്കും. ഇത് ദീദീനെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റൂല. ദീദി ഇങ്ങനെ ചിരിഞ്ഞിരിക്കണ്. കുറച്ച് പണി ഉണ്ടാവും. സോ ഗൈസ്, എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ടൈം ടു ഗോ. ഒന്നും എടുക്കാനില്ലല്ലോ. എന്താ എടുക്കാനുണ്ടെങ്കിൽ എല്ലാം ഇതിൽ വെച്ചിക്കണ് ഞാൻ. അയ്യോ, ഇനി പാർക്കിങ്ങിലൊന്നും നമ്മൾ വണ്ടി വെക്കാനൊന്നുമില്ല. നമ്മളെ വണ്ടി നോക്കി നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് മനസ്സിലാവില്ല. ഫുള്ള് ഞങ്ങൾ നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൽ പാക്ക് ചെയ്യാൻ ഒരു സ്ഥലം ഇല്ല. ഓക്കേ, വണ്ടി സ്റ്റാർട്ടാക്കി. 6 മണിയായപ്പോൾ ഇറങ്ങി. എന്താ പറയുന്നു ശിങ്കുവിന് സങ്കടം ഗൈസ്. അതിന്റെ റാഹ പിടി ഇങ്ങനെ വിടുന്നില്ല. ഞാനാ റാഹ ചെറിയ മോള്. ഓക്കെ, അപ്പം ഞങ്ങൾ നിന്നത് കുന്നമംഗലം, എവിടെ പറഞ്ഞതാ, കോഴിക്കോട് കുന്നമംഗലം സൗപർണികയിലാണ് ഞങ്ങൾ നിന്നത്. അപ്പം നിങ്ങൾ ഇനി വയനാട് ചുരത്തിൽ വൻ ബ്ലോക്കാണ്. 2 മണിക്കൂർ 14 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പം എന്തായാലും പോയല്ലേ പറ്റൂ. കുറച്ച് കാലം നിന്നോണ്ട് ഭാഗ്യമുണ്ട് അല്ലേ. കുറേ കാലം നിന്നിട്ടൊക്കെ പോവുകയാണെങ്കിൽ
ഭയങ്കര എന്താവും, മിസ്സാവും. ഇപ്പൊ തന്നെ എന്തൊക്കെയോ പോലെ ഉണ്ട് സംഭവം. അങ്ങനെ സൗവർണികളോട് നമ്മൾ ടാറ്റ പറയുകയാണ് സുഹൃത്തുക്കളെ. എന്തേ പറഞ്ഞോ? എന്ത് പറയാനാ, എനിക്ക് മൂഡ് ഔട്ട് ആയിട്ടാ. ശിങ്കുവിന് മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കാണ് ഗൈസ്. നമ്മള് പോകുമ്പോ മഴ പോയിട്ട് വെയില് വന്ന് കിട്ടാം, സന്തോഷത്തിന്റെ വെയിൽ. അയ്യവാ സൂര്യനെ കണ്ടിട്ട് എത്ര ദിവസമായി. ഓക്കെ, അപ്പൊ നമ്മൾ നിന്ന സൗപർണികനോട് നമ്മൾ ഫൈനലി യാത്ര പറയാണ്. ഇതാട്ടോ ഇവിടെ കാണിച്ചു കൊടുക്ക്. സൗപർണിക ജാസിമിയാന്ന ജാസ്മിനാന്ന് അങ്ങനെ എന്തോ ആണ്. അയ്യോ, ഇത്രയും കാലം നമ്മളിതാന്ന് പറയാനൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നിന്നത് റൂം നമ്പർ 8D. ഒരു മിനിറ്റ്, വ്ളോഗിന് അവസാനിപ്പിക്കേണ്ടി വരും. ഇത് ചിലപ്പോ ഫ്രണ്ടിലോട്ട് വരും തോന്നുന്നു. ഇതൊക്കെ പിടിക്കണം. ഇറക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോസ് ചെയ്യും. ഒന്നും താഴോട്ട് വരില്ല. നീ ധൈര്യത്തോടെ പിടിച്ചിരുന്നു. കഴിഞ്ഞു. ഇനി വയ്ക്കാം. ഇനി കണ്ട ഞാൻ വീഡിയോ ഓഫ് ചെയ്യട്ടെ. അതൊക്കെ ഒന്ന് കുലുങ്ങിയതില്ലേ, അതൊക്കെ ഒന്ന് സെറ്റ് ആവും. പോവാ. ശരി, ഓഫ് ചെയ്യട്ടെ ക്യാമറ. സോ ഗൈസ്, ഫൈനലി രാത്രി 8 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. മമ്മി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താക്കറിയാം, ആദ്യം റിവേഴ്സ് നേരെ അങ്ങോട്ട് വെച്ചിട്ട് സാധനം ഇറക്കാം. സാധനം വണ്ടിയിൽ വെച്ചാൽ എന്താ പറയുക, എന്തൊക്കെയോ സ്മെല്ലുണ്ട്. വണ്ടിക്കൊരു ആ സ്മെല്ല് വരും. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്താ പറയുക, സാധനം നമുക്ക് കണ്ട് ഇറക്കി കളയാം. കറക്റ്റ് ഞാൻ റിവേഴ്സ് വെക്കട്ടെ. ഓക്കെ, എൻ്റെ ടോക്കിയോ അതൊക്കെ കുറയ്ക്കുന്ന എന്നെ കണ്ടിട്ട്. ആ, ഞാൻ ഇറങ്ങിയിട്ട് എടുത്തു. ഓരൊക്കെ കാണിച്ചു. എൻ്റെ സ്വർണ്ണം എടുത്തിരുന്നോ? ഹലോ, മൈക്ക് എൻ്റെ കയ്യിലാ സാർ. വണ്ടി ഞങ്ങൾ കണ്ണൂര്, കൊച്ചി. ഇതൊക്കെ ഇത് ശരി. ഈ ഇതൊക്കെ മേറ്റ കയ്യിൽ കയറ്റിയില്ലേ? അതാണ് എന്നോട് പറയാണ്ട് ഞാൻ ആ ഡോറ് ഇറക്കി. എന്നിട്ട് ഇതാ ഉമ്മയും ഇപ്പച്ചും ഞാൻ വാങ്ങിത്തരാം, അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചോളി. പോട്ടെ, എല്ലാം എടുക്കാം. അല്ല, വീഡിയോ എല്ലാം വേണമെന്നില്ല. ഇവരെ കാണിക്കാം ആദ്യം. മമ്മി മൈക്കിൻ്റെ ഇല്ല, അപ്പോൾ നിങ്ങൾ പറയണ അങ്ങനെ കേൾക്കൂല. വല്ല എനിക്ക് വല്ല അതെ, അത് പാല് കൊടുത്തതാണ്, അതുകൊണ്ട് ഒറ്റ വയറിളകി. ഭയങ്കര പൂച്ചക്കുട്ടിയും പട്ടിയും. കൺമശിക്ക് പകരം നല്ലത് കിട്ടി. അല്ലല്ല, ഇത് എല്ലാം എടുത്ത്. അത് ശരി. അത് ഞങ്ങളെ ഇറങ്ങി കൊടുത്തില്ലേ പിന്നെ. പകുതി ഒന്നുമില്ല. ഓക്കെ, എന്നാലേ ഇപ്പൊ ചെയ്താ പൂച്ചക്കെട്ടീനെ കാണിച്ചു കൊടുക്ക്. പൂച്ചക്കുട്ടീനെ മൈക്കിനാ
കുറച്ചേരം കാണിക്കാം. ഇന്റെ ഉടയണ സാന്റെ ആർട്ട് അടിക്കണം. അന്ന് അത് ഓഫ് ആക്കി എന്റെ ഉടയണ പാത്രങ്ങളൊക്കെ അതിലുണ്ട്. അത് സേഫ് ആയിട്ട് ഇറക്കണം. ഇതെങ്ങനെയെങ്കിലും പിടിച്ച് താഴിട്ടാലും ഇതൊക്കെ ശനിയാഴ്ച കൊണ്ടായതല്ലേ ഇത്. പാത്രം ഒരു മാസം മുന്നേ കൊണ്ടുപോയത്. ഏത് അവിടെ ബാത്റൂം വീണ് അതല്ലേ തിരിച്ചു വെച്ചാ. ഇതൊക്കെ വേമേം ഷിങ്കോ ഒരു കാര്യം. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഇതവിടെ ഫുള്ള് ഇതാണ് പുതിയ അതിഥി. ഇതിന്റെ പേരെന്താ? അമ്മ അതിന് മൂത്രയിക്കരുതേ. അത് അതിനെ ഒഴിവാക്ക് വേഗം. അതിനെ വേക്ക് കൊണ്ടിട്. ഇതാ ഇവിടെ ഗ്യാസും കുറ്റി എല്ലാം ഇവിടെ റെഡിയാണ്. ഓക്കെ, നമ്മളെ റൂമിലേക്ക് പോകണം. കുറേ കാലയില്ലേ റൂം കണ്ടിട്ട്. നേരെ റൂമിലേക്ക് പോട്ടെ. പിന്നെന്താ, ഇവിടെ ഭയങ്കര തണുപ്പ്. അവിടെ നിന്നിട്ടാണ് തോന്നുന്നത്. ഇവിടെ വന്നപ്പോൾ ടൈൽസ് തൊടുമ്പൊക്കെ ഭയങ്കര തണുപ്പ്. അവിടെ ഒരു തണുപ്പില്ലേനു. ഇവിടെ എല്ലാത്തിനും തണുപ്പ്. ഇതാ ഭിത്തി തൊട്ടപ്പോൾ ഭിത്തി തണുപ്പ്. എല്ലാം കാലാവസ്ഥ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇവിടെ ചെരുപ്പിടാണ്ട് നടക്കാൻ പറ്റില്ല അല്ലേ? ഇവിടെ ചെരുപ്പിടാണ്ട് നടക്കാൻ പറ്റില്ല. ഇവിടെ മാത്രമേ മഴ ഇല്ലാത്തുള്ളൂ. വന്നിട്ട് ചുണ്ടേന്ന് ഇങ്ങോട്ടാണ് മഴ ഇല്ലാത്തത്. അതാ ഈ പൂച്ചാനെ അവിടെ കൊണ്ടുപോയിടും. ഇതിവിടെ തെറിച്ച് വരും. ഓക്കെ, ഇനി എന്താ ഉള്ളത് നോക്കിയിട്ട് കാണിക്കട്ടോ. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ റൂമിലെത്തിയിരിക്കുകയാണ്. പിറ്റേ ദിവസമാണ്. മുടിയൊക്കെ വെട്ടി വന്നിരിക്കുകയാണ്. സോ ഒരു എൻഡിങ് തരണ്ടേന്ന് വിചാരിച്ചിട്ടാണ് എൻഡിങ്. അതുപോലെ തന്നെ വയനാട്ടിൽ ചെറുതായിട്ട് മണ്ണിടിച്ചിട്ടുണ്ട്. നമ്മൾ സേഫാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു ഏകദേശം 10-25 കിലോമീറ്റർ മാറി കൽപ്പറ്റ ടൗണിലാണ് നമ്മൾ വരാം. അത് മേപ്പാടി പോകുന്ന ചൂരന്മല പോകുന്ന വഴിക്കാണ് കേട്ടോ. കുറേ പേര് ഇങ്ങനെ മെസ്സേജ് വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അത്രയും പറഞ്ഞുകൊണ്ട് ബൈ ബൈ.